Namaskaram. Welcome to the grand finale of Amrita Vishwavidyapeetham presents IQA State Quizzing Championship Season 2 co-powered by KSFE. സബ് ജൂനിയർ വിഭാഗത്തിലെ ഫൈനൽ മത്സരങ്ങൾക്കാണ് നമ്മുടെ ഈ വേദി ഇന്ന് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. We have a set of amazing contestants, finalists. Team A, SH UPS Chullimanur from Trivandrum. Team B, Bhavans Elamakara from Ernakulam. Team C is none other than Bhavans Newsprint Vidyalaya from Kottayam. Team D is St. Anne's AUPS Nileshwaram all the way from Kasaragod. We'll start with Team A. എൻ്റെ പേര് ഈശ്വർ എമ്മിനൻ. ഞാൻ SHUPS ചുള്ളിമാനൂർ സ്കൂൾ തിരുവനന്തപുരം ജില്ലയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കും. എൻ്റെ പേര് രജൻ രാജ്. ഞാൻ SHUPS ചുള്ളിമാനൂർ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. Team B. എൻ്റെ പേര് പ്രണവ് സന്തോഷ്. ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലെ ക്ലാസ് 7 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ദിലൻ ഡോൺ. ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലെ ക്ലാസ് 7 വിദ്യാർത്ഥിയാണ്. Moving on, നമ്മുടെ Team C. എൻ്റെ പേര് അഭിരാം എം ആനന്ദ്. ഞാൻ ക്ലാസ് 7ലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഭവൻസ് ന്യൂസ്പ്രിന്റ് വിദ്യാലയ വെള്ളൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജേക്കബ് എബ്രഹാം കൊച്ചക്കൻ. ഞാനും ക്ലാസ് 7ൽ നിന്നാണ്. ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Team D. എൻ്റെ പേര് ഹരിഗോവിന്ദ് സി. ഞാൻ സെന്റ് ആൻസ് AP സ്കൂൾ നീലേശ്വരത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആരോൺ ജോൺ പി. സെന്റ് ആൻസ് AP സ്കൂൾ നീലേശ്വരത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. 25 years in professional quizzing, 2,000 plus quizzes across the world. Matramala, he holds the record for the organizing the biggest quiz festival in the world, which is called Reverberate. Let's welcome the quizman of Kerala, Snehaj Srinivas. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കുറച്ചുകൂടി ഗംഭീരമാക്കാനായിട്ട്, ഇതിൻ്റെ മാറ്റ് കൂട്ടുവാനായിട്ട് നമുക്കിന്ന് സെലിബ്രിറ്റി ഗസ്റ്റുകളും ചീഫ് ഗസ്റ്റുകളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഈ വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം ജനപ്രിയനാണ്, നമുക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു AV നമുക്ക് കാണാം. നെഗറ്റീവ് വൈബുകളെ പൊളിച്ചടുക്കി പോസിറ്റിവിറ്റിയുടെ ഫുൾ ഡോസ് തരുന്ന മോട്ടിവേഷൻ ഗുരു. സ്വപ്നം കാണാനും അത് സ്വന്തമാക്കാനുമുള്ള വഴി കാട്ടുന്ന, വാക്കുകൾ കൊണ്ട് മാജിക് തീർക്കുന്ന, പലരുടെയും ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റുകൾ സൃഷ്ടിച്ച മോട്ടിവേഷണൽ സ്പീക്കർ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാത്ത ഒരു യൂത്ത് പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. മലയാളികളുടെ ഇൻസ്പിരേഷൻ ഹീറോ. സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് കാഴ്ചക്കാർ കണ്ട് വൈറലാക്കിയ ഇൻസ്പിരേഷൻ റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും പോപ്പുലറായ സൂപ്പർ സ്പീക്കർ, ഗുരുവായൂരപ്പന്റെ സ്വന്തം നാട്ടുകാരൻ അഭിഷാദ് ഗുരുവായൂർ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലക്ഷക്കണക്കിന് വേദികളിൽ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു പ്രതിഭാസമാണ് നമ്മുടെ ഷോയുടെ ഭാഗമായോണ്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹാദരം അർപ്പിക്കുവാനായിട്ട് ഞാൻ വേദിയിലേക്ക് അമൃത TVയുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡായ ശ്രീ അജയൻ K നായർ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ എത്താൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് വളരെ വളരെ പ്രിയങ്കരിയായ ഒരു താരമാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ആ പ്രതിഭയെ സ്വാഗതം ചെയ്യാം. അതിനു മുൻപായിട്ട് ഒരു വീഡിയോ വാളിലെ ഒരു വീഡിയോ കണ്ടാലോ? ഹൃദ്യമായ രൂപസൗകുമാര്യവും പക്വമായ അഭിനയശൈലിയുമായി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ 1/4 നൂറ്റാണ്ടിലധികമായി മലയാളികൾക്കരികിലുള്ള അഭിനേത്രി ലെന. മലയാളത്തിലെ നവതരംഗ സിനിമകൾക്ക് ഇന്ന് ഏറ്റവും സ്വീകാര്യയായ ഈ നടി അത്തരം ചിത്രങ്ങളുടെ ആരംഭം മുതൽ അപ്രപാളികളിൽ പകർന്നുവെച്ചത് അനിതരസാധാരണമായ അഭിനയ പാഠവും. ജീവിത പങ്കാളിയും 2024 ഗഗൻയാൻ ബഹിരാകാശ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ബഹിരാകാശ യാത്രികനും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് നായർ നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനം ലെനയിലെ അഭിനേത്രിയെ കൂടുതൽ പാകപ്പെടുത്തി. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയങ്കരിയായ നടി ലെനയെ. നമ്മുടെ സ്നേഹാദരം ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ടു ഡു ദി ഓണർ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ടു ദി സ്റ്റേജ് അമൃത TVയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്രീമതി സിന്ധു മോഹൻ. The chief guest of this championship, the much respected, the much celebrated personality. ആരാണെന്നല്ലേ? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആധുനികതയുടെയും സാങ്കേതിക വിദ്യയുടെയും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത വ്യക്തിത്വം ലോക്നാഥ് ബെഹ്റ.
ഒഡീഷയുടെ മണ്ണിൽ ജനിച്ച് കേരളത്തെ തന്റെ കർമ്മഭൂമിയാക്കി മാറ്റിയ ഈ മുൻ IPS ഉദ്യോഗസ്ഥൻ നിലവിൽ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ MD ആയി പ്രവർത്തിച്ചു വരുന്നു. 1985 ബാച്ച് കേരള കേഡർ IPS ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ബെഹ്റ CBIയിലും പിന്നീട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച NIAയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 2016 അദ്ദേഹം കേരളത്തിന്റെ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുകയുണ്ടായി. DGP ആയിരിക്കെ ജനമൈത്രി പോലീസിംഗിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയ അദ്ദേഹം സാധാരണക്കാരനും പോലീസിനും ഇടയിലുള്ള ദൂരം കുറയ്ക്കുന്നതിൽ വിജയിക്കുകയുണ്ടായി. കേരള പോലീസിനെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ദീർഘദർശിയായ ശ്രീ ലോക്നാഥ് ബെഹ്റയെ സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് ഈ 4 ടീം ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കളിക്കണം കേട്ടോ. അതാണ് നോളജ് മാത്രം പോരാ കേട്ടോ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ കാര്യങ്ങളോ. ക്വിസിംഗ് ഈസ് എ ഗെയിം. അത് ഒരു ടെന്നീസ്, ചെസ്, ക്രിക്കറ്റ് പോലെ ഒരു ഗെയിമാണ്. അതൊരു നല്ല രീതിയിൽ കളിച്ചാലേ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ് ടു യു സ്നേഹാസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹാദരം നൽകണം. സിന്ധു മാമിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സബ് ജൂനിയർ വിഭാഗത്തിലെ ഗ്രാൻഡ് ഫിനാലെ മത്സരങ്ങൾ തുടങ്ങുകയായി. നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഇസ് ഹൈ ഗ്രൗണ്ട്. അങ്ങനെ ഈ റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ വീതം 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആൻസർ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ നിങ്ങൾക്ക് 100 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. മറ്റു ടീമുകൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ ചോദ്യം പാസ് ചെയ്ത് വരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൗൺസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. പൗൺസ് ചെയ്ത ഉത്തരം ശരിയാണ് എങ്കിൽ 150 പോയിന്റ്സ് ആയിരിക്കും ലഭിക്കുന്നത്. അത് തെറ്റാണ് എങ്കിൽ -100 ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ടീമിനോടാണോ ചോദ്യം ചോദിച്ചത് അവർക്കും പൗൺസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോഴും നിങ്ങൾക്ക് 150 പോയിന്റ്സ് ആയിരിക്കും ലഭിക്കുന്നത്. പൗൺസ് ചെയ്ത ചോദ്യം തെറ്റിപ്പോകുമ്പോൾ -100 ആയിരിക്കും ലഭിക്കുന്നത്. മൂവിംഗ് ഓൺ ടു അവർ ഫസ്റ്റ് റൗണ്ട് വിച്ച് ഈസ് ഹൈ ഗ്രൗണ്ട്. സബ് ജൂനിയർ കാറ്റഗറിയിലെ ഫൈനൽ മെഗാ ഫൈനൽ റൗണ്ടിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഞാനൊരു ട്രയൽ ചോദ്യം വെറുതെ ചോദിക്കണോ? ഒരു രസത്തിന്. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്ററിന്റെ കേരളത്തിലെ ചീഫ് മെന്ററായി തെരഞ്ഞെടുത്തത് ആരെയാണ്? അഭിഷേക് കണ്ടോ അവരുടെ ആ ലൈൻ. ഇതാണ് ലോജിക്. ഇനി ആരെങ്കിലും ഒന്നുകൂടി ട്രൈ ചെയ്യുന്നോ? ഇല്ല, അടുത്തെത്തി. അത് അവിടെ പോൺസ് ചെയ്തു. പറഞ്ഞോളൂ. That's it. This is Loknath Behra sir. And round 1, here we go. മോസ്റ്റ് ഫ്രീക്വന്റ്ലി സങ് സോങ്സ് എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ 3 പാട്ടുകളല്ല, അതിൽ ഒരു പാട്ട് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ആ പാട്ടാണ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി സങ് സോങ് എന്ന കാറ്റഗറിയിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയത്. 3-ാം സ്ഥാനത്തെത്തിയ സോങ് ഹീസ് എ ജോളി ഗുഡ് ഫെലോ എന്ന സോങ് ആയിരുന്നു. 2-ാം സ്ഥാനത്തെത്തിയ സോങ് ഇതായിരുന്നു. 1759 ഈ യൂറോപ്യൻ സോങ് ആയിരുന്നു 2-ാം സ്ഥാനത്തെത്തിയത്. എന്റെ ചോദ്യം എന്താണ്? ദി മോസ്റ്റ് ഫ്രീക്വന്റ്ലി സങ് സോങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ ആ പാട്ട് ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ, ദാറ്റ് ഈസ് ഈശ്വർ ആൻഡ് രജൻ രാജ്. പ്ലീസ് വെയിറ്റ്. ടീം ബി എറണാകുളം, ടീം സി കോട്ടയം, ടീം ഡി കാസർഗോഡ്. നിങ്ങൾ പൗൺസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പൗൺസ് ചെയ്യുന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സോ ഓവർ ടു ടീം എ. ഈശ്വർ ആൻഡ് രജൻ, ഏതാണ് ആ സോങ്? Twinkle twinkle little star. Twinkle twinkle little star is a good answer, but not the right answer. So passing to team B, no more discussions. Through the mic, an answer or a pass. Mary had a little lamb. Mary had a little lamb. ആരെ കുറിച്ചുള്ള പാട്ടാന്നറിയോ? പക്ഷെ ഇതല്ല നമ്മുടെ ഈ പാട്ട്. And over to Kottayam team, Abhiram and Jacob. Which song? Happy birthday to you. Absolutely right. This is Happy Birthday to You. Well done. സോ ഈ റൗണ്ടിന്റെ റൂൾസ് പ്രകാരം ആരാണോ ഡയറക്റ്റ് ആയിട്ട് മൈക്കിലൂടെ ഉത്തരം പറയുന്നത് അതിനടുത്തുള്ള ടീമിലേക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൗൺസ് ചെയ്യും. ഇതിനാണ് ഇന്റർനാഷണൽ ക്വസ്റ്റ്യനിൽ ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത്. സോ ടീം കാസർഗോഡ്, ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. 2 ബ്ലാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടത് ഒറ്റ ഉത്തരമാണ്. സോവിയറ്റ് യൂണിയന്റെ നേരെയുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് അവിടെ കാണാം. ഫ്രാൻസിന്റെ നേരെ അൾജീരിയൻ സഹാറ എന്ന് കാണാം. വൈറ്റ് സാൻഡ്സ് കാണാം.
മാർഷൽ ഐലൻഡ്സ് കാണാം, അങ്ങനെ അങ്ങനെ കുറെ പേരുകൾ കാണാം. ഇന്ത്യയുടെ നേരെയുള്ള ആ സ്ഥലം ഞാൻ ബ്ലാങ്ക് ചെയ്തിട്ടുണ്ട്, കാരണം ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യത്തിന് ഒരു സുഖമില്ല. വാട്ട് ഈസ് കോമൺ ടു ഓൾ ദീസ് പ്ലേസസ്? ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ട ചോദ്യം. ഡയറക്ട് ടു ടീം ഡി, വാട്ട് ആർ ദീസ്? ഇതെല്ലാം എന്താണ്, എന്ത് സ്ഥലങ്ങളാണ്? വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓർ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് ത്രീ സൈഡ്സ്? ആൻഡ് ഓൺ ദ ബസർ ടീം എ, ടീം സി, ടീം ബി, ഓൾ ത്രീ ടീംസ് ഓൺ ദ ബസർ, സോ യു ഹാവ് ടു വെയിറ്റ്. എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം വേണം, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഉത്തരങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഉത്തരത്തിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. റെഡി? യെസ്. സോ ഈ 3 ടീമുകളും ഉത്തരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ടീം ഡിക്കുള്ള ഡയറക്റ്റ് ചാൻസ് ആണ്. താർ ഡെസേർട്ട്. സോ നോട്ട് ദ റൈറ്റ് ആൻസർ. 3 ടീമുകൾ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. പ്ലേസസ് ദാറ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സ് ഹെൽഡ്, ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് സൈറ്റ്, ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ലൊക്കേഷൻസ്. Absolutely right. I'm giving points to all 3 teams. That is 150, 150, 150. And moving to the next question. ഫ്രാൻസിൽ നടക്കുന്ന ഈ ലോക പ്രശസ്ത കോമ്പറ്റീഷൻ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? Which game? That is buzzer from team B, buzzer from team C. You can pounce if you are 100% sure. So you will get 150 if you are right, minus 100 if you are wrong. Otherwise, if you are waiting, so team D, C, B buzzer ചെയ്തു. ടീം എ ബസർ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ല. ടീം ഡി പൗൺസ് ചെയ്ത സ്ഥിതിക്ക് ആ ചോദ്യം ഡയറക്ട്ലി ടീം എക്ക് എത്തും for a 100 pointer. Team B, C and D enter your answers for 150 points. Your time starts now. So as per the rules, that question has been passed to team A. Formula 1. Team B, C, D. ഈ ടീമുകൾ എഴുതിയ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. സൈക്ലിംഗ്, സൈക്ലിംഗ്, സൈക്ലിംഗ്. സോ ദാറ്റ്സ് ഇറ്റ്, സൈക്ലിംഗ്. 150 points to team B, team C, team D. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പോൾ വാൻ ഹിഡോങ്ക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ബെൽജിയൻ ആർട്ടിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു ശില്പമാണ്, 3.5 ഇഞ്ച് നീളമുള്ള ഒരു അലൂമിനിയത്തിൽ തീർത്ത ശില്പമാണ് ചിത്രത്തിൽ കാണുന്നത്. അതിന്റെ പേര് ആസ്ട്രോനട്ട് ഇൻ എ സ്പേസ് സ്യൂട്ട് എന്നാണ്, അല്ലെങ്കിൽ ഫാലൻ ആസ്ട്രോനട്ട് എന്നും അതിനെ വിളിക്കാറുണ്ട്. ഇറ്റ് കമമറേറ്റ്സ് ആസ്ട്രോനട്ട്സ് ആൻഡ് കോസ്മോനട്ട്സ് എന്നാണ് പറയുന്നത്. ശൂന്യാകാശത്തേക്ക് പോയി തിരിച്ചു വന്നവരും വരാത്തവരുമായുള്ള ആളുകളെയൊക്കെ സ്മരിക്കാൻ വേണ്ടി ഇദ്ദേഹം സൃഷ്ടിച്ച ഈ ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും എന്നാണ് ചോദ്യം. 3.5 ഇഞ്ച് നീളമുള്ള ഫാലൻ ആസ്ട്രോനട്ട് എന്ന ഈ ഇൻസ്റ്റലേഷൻ പ്രശസ്തമായത് അതിന്റെ ലൊക്കേഷൻ കാരണമാണ്. Which location? Direct question to team D, Kasaragod team. On the buzzer, do we have team A, B or C? No. So we'll start with team D. ചന്ദ്രനിലോ? മൂണിൽ പോയിട്ടൊരു ഇൻസ്റ്റലേഷനോ? എന്താണിത്? റൈറ്റ് ആൻസർ. This is on the moon. +100. And we'll be quickly moving to round 2. ഇവിടെ വേറെ രസമുണ്ടായി. ആസ്ട്രോനോട്ട് അല്ലേ ഹസ്ബൻഡ്? അപ്പോ ഇൻസ്റ്റലേഷൻ എവിടെയായിരുന്നു ചോദിച്ചപ്പോ ഇദ്ദേഹം ഫോൺ എടുത്തിട്ട് ഫോണെ ഫ്രണ്ടിന് പകരം ഫോണെ ഹസ്ബൻഡിന് വിളിക്കണോ, അതായത് ക്വസ്റ്റ്യൻ കറങ്ങി തിരിച്ച് ഇങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് അറിയായിരുന്നില്ലല്ലോ. ഇല്ല, എനിക്ക് തന്നെ ടെൻഷനായിരുന്നു. അയ്യോ ബൗൺസ് ചെയ്യും, ആര് ബൗൺസ് ചെയ്യും, എന്ത് പറയും. ആക്ച്വലി ത്രില്ലിംഗ് ആണ്. എനിക്ക് ആ ആസ്ട്രോനോട്ട് ഇൻസ്റ്റലേഷൻ അല്ലാത്ത എല്ലാ ആൻസേഴ്സും അറിയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ആ സൈക്ലിംഗ് ആൻസർ ചെയ്തിട്ടുള്ള ആള് സ്ട്രാറ്റജിസ്റ്റ് ആണ്. കാരണം പുള്ളിക്ക് അറിയില്ല ആക്ച്വലി ആ ടീമിക്ക്, പക്ഷെ ആ ഡ്രോയിങ്സിനും അവർ ഗേസ് ചെയ്തു. അതാണ് ആക്ച്വലി എന്റെ, ദാറ്റ് ഈസ് വെരി ഗുഡ്. നമുക്ക് അവരുടെ സ്കോർ നില അറിയാം. ടീം എ ഹാസ് സ്കോർഡ് 150 points. ടീം ബി ഹാസ് സ്കോർഡ് 300 points. ടീം സി വിത്ത് 400 points. ടീം ഡി വിത്ത് 250 points. നമ്മൾ അടുത്ത റൗണ്ടിനെ നെയിം ചെയ്തിരിക്കുന്നത് ക്ലിപ്പ് ഇറ്റ് എന്നാണ്. ഒരു ബസർ റൗണ്ട് ആണ്. +150 ഫോർ എവറി റൈറ്റ് ആൻസേഴ്സ് ആൻഡ് -100 ഫോർ എവറി റോങ് ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ഡിലേഡ് ആൻസേഴ്സ്, എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ്. സോ ഒരു ചോദ്യത്തിൽ തന്നെ ബസർ പ്രസ് ചെയ്ത് തെറ്റി 150 പോയിന്റ് നിങ്ങൾക്ക് വാങ്ങാം. വേണമെങ്കിൽ അതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് വീണ്ടും ബസർ പ്രസ് ചെയ്ത് വീണ്ടും -100 വാങ്ങാം. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരേ ചോദ്യം തന്നെ ബസർ പ്രസ് ചെയ്ത് വീണ്ടും വീണ്ടും ഉത്തരങ്ങൾ തെറ്റിച്ച് എത്ര മൈനസ് മാർക്ക് വേണമെങ്കിലും വാങ്ങാനുള്ള സാധ്യതകളുള്ള റൗണ്ടാണ്. സോ ശ്രദ്ധിച്ച് കളിക്കാം. 5 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലുള്ളത്. സോ ഹിയർ വി ഗോ. ക്വസ്റ്റ്യൻ നമ്പർ 1. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്
എന്ന് പറഞ്ഞത് പൃഥ്വിരാജാണ് അല്ലേ? കേട്ടിട്ടുണ്ടോ അത്? എന്നാ അങ്ങനെയൊന്നുണ്ട്. ഇതല്ല, ഇത് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ കാണുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്റ്റഡി ടേബിൾ വളരെ പ്രശസ്തമാണ്. ഓൺ ദി ബസർ. ഒറ്റ ഉത്തരം, വൺ ആൻസർ. എന്താണ് ആ ഉത്തരം? സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനോ? അപ്പൊ എന്താണ് ആ ചോദ്യം? ഐസക് ന്യൂട്ടന്റെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് ആരുടെയൊക്കെ ആയിരുന്നു? ഐസക് ന്യൂട്ടന്റെ സ്റ്റഡി ടേബിളിന്റെ ചോദ്യം അല്ലല്ലോ ഇത്. റൂമിൽ 3 പേരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഐൻസ്റ്റീന്റെ മുന്നിൽ. ഒന്ന് മൈക്കിൾ ഫാരഡേ, ഒന്ന് മൈക്കിൾ ഫാരഡേ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്ന മാക്സ്വെൽ ആണോ? മൂന്നാമത് ഐസക് ന്യൂട്ടൻ. And this is called a brilliant answer. Well played. This is 150. We are moving to question number 2. നീൽ ആംസ്ട്രോങ്ങിന്റെ ആ പ്രശസ്തമായ ലൂണാർ ലാൻഡിങ്ങിന്റെ സമയത്ത് നീൽ ആംസ്ട്രോങ് ആൻഡ് ക്രൂ ലോകത്ത് നിന്ന് പല സാധനങ്ങളും കൂടെ കൊണ്ടുവരുന്നു. ഈ ഒരു ചെറിയൊരു പീസ് കൂടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഇപ്പോൾ അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൽ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ എഴുതിയത് അത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൽ എഴുതിയത് ഇതാണ്: നീൽ ആംസ്ട്രോങ് അങ്ങോട്ട് അപ്പോളോയിൽ കൊണ്ടുപോയതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് അതിൽ എഴുതിയത്. എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് ഈ പീസിന്റെ പ്രത്യേകത? കിറ്റി ഹോക്ക് ടു ട്രാൻക്വിലിറ്റി ബേസ് എന്നാണ് അതിൽ എഴുതിയത്. എന്തായിരുന്നു ആ ചെറിയ വുഡൻ പീസിന്റെ പ്രത്യേകത? എന്താണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു കാരണം? കിറ്റി ഹോക്ക്, അതാണ് ക്ലൂ. കിറ്റി ഹോക്ക്. യെസ്, നമ്മുടെ കോട്ടയം ടീം ബസർ അടിച്ചു. എ പീസ് ഓഫ് ദ ഫസ്റ്റ് എയറോപ്ലെയിൻ. ആ വിമാനത്തിന്റെ പേരെന്തായിരുന്നു? ആ വിമാനത്തിന്റെ പേര് കിറ്റി ഹോക്ക് എന്ന് തന്നെയായിരുന്നു. റൈറ്റ് ആൻസർ. 150. വെൽ പ്ലേഡ്. Third question in this round. Fingers on buzzers again. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് 1939 1939 എഴുതിയ കത്താണ്: ഡിയർ ഫ്രണ്ട്സ് ഹാവ് ബീൻ urging me to write to you for the sake of humanity. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. But I have resisted their request because of the feeling that any letter from me would be an impertinence. അങ്ങനെ പോകുന്നു. It is quite clear that you are today the one person in the world who can prevent a war. ഇദ്ദേഹം പറയുന്നത് ഇന്ന് ലോകത്ത് ഒരു യുദ്ധം തടയാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നിങ്ങൾ ഇത്തരം അക്രമത്തിന്റെ പാതയൊക്കെ വിട്ട് യുദ്ധം ഒഴിവാക്കാൻ നിങ്ങളാൽ ചെയ്യുന്ന സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഈ ലെറ്ററിൽ എഴുതിയത്. ഐ റിമെയിൻ യുവർ സിൻസിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒപ്പിട്ട് കൊടുത്തു. 1939 ആർക്ക് എഴുതിയ കത്ത്? ആൻസർ: മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്ക് എഴുതിയ കത്ത്. Right answer. 150. What a competition. Question number 4. മസ്തബ എന്നാണ് ഇതിന്റെ പേര്. അറബി ഭാഷയിൽ ഇതിനെ ബെഞ്ച് എന്ന് പറയുന്നു. ഇവരതിനെ ഹൗസ് ഓഫ് സ്റ്റെബിലിറ്റി, ഹൗസ് ഓഫ് എറ്റേണിറ്റി, എറ്റേണൽ ഹൗസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ പേരിന്റെ അർത്ഥം. എന്റെ ചോദ്യം ഇതാണ്: എന്താണ് ചോദ്യം എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താ ചോദ്യം എന്ന്. ശരി, എന്താണ് ഉത്തരം? പിരമിഡ്. എന്റെ ചോദ്യം ഇതാണ്: മസ്തബ ഈസ് റിഗാർഡഡ് ആസ് ദി പ്രിക്കസർ. എന്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന സ്ട്രക്ചറാണ് മസ്തബ എന്നായിരുന്നു. ആൻഡ് യു ആൻസേർഡ് പിരമിഡ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. വെൽ ഡൺ. 150. The last question in this round, question number 5. അമേരിക്കയുടെ 5ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ ജോർജ് വാഷിങ്ടണെയും ജെയിംസ് മാഡിസനും ഒക്കെ ശേഷം വന്ന ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഒരു ക്യാപിറ്റൽ സിറ്റി നാമകരണം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്: ജെയിംസ് മൺറോ എന്നു പേരുള്ള ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നാമകരണം ചെയ്ത മൺറോവിയ എന്ന നഗരം ഏത് ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ്? ബേസിക് ഫാക്ട്സ് ആണ്. കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്വിസിന് പോണ കുട്ടികളൊക്കെ ആദ്യം പഠിക്കുന്നത് കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് ആണ്. ഏത് ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് മൺറോവിയ? സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊക്കെ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഈ രാജ്യത്തിന് പേര് ലഭിച്ചത്. ഓൺ ദി ബസ് ദിസ് ടൈം ടീം എറണാകുളം. വിച്ച് കൺട്രി? ലൈബീരിയ. സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ലിബർട്ടി. Perfect answer. Liberia. 150 to Ernakulam. We are completing round 2 and quickly moving to round 3. മെന്റലിസം ഷോ പോലെ ഉണ്ട്. അതായത് നമ്മളൊക്കെ ചോദ്യം കേട്ട് ഉത്തരാണ് ഗസ് ചെയ്ത് ചോദ്യം വരെ ഗസ് ചെയ്തു. നമ്മള് കിളിപോയി. ആ ലൈബീരിയ ഒക്കെ ഗസ് ചെയ്തവനെ ഗംഭീരമായിട്ട് അഭിനന്ദിക്കണം. എനിക്ക് തോന്നുന്നു മാസ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ IQ ഈസ് വെരി വെരി ഹൈ. ഈ അവസരത്തിൽ ഇവരുടെ സ്കോർ നില എത്രയാണെന്ന് അറിയാം. ടീം എ
300 points. Team B 600 points. Team C with 550 points. Team D 400 points. അടുത്ത round is stealth mode. ഇതൊരു ഡിഫറൻഷ്യൽ സ്കോറിംഗ് റൗണ്ട് ആണ്. 4 ടീമുകൾക്കും ഉത്തരം കിട്ടിയാൽ അതിന്റെ അർത്ഥം അത് വളരെ എളുപ്പമാണ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് 50 പോയിന്റുകളാണ്. 3 ടീമുകൾക്കേ കിട്ടുന്നുള്ളൂ എങ്കിൽ 100 പോയിന്റ്സ് ഈച്ച്. 2 ടീമുകൾക്ക് മാത്രമാണ് ഉത്തരം ശരിയായിട്ട് കിട്ടുന്നതെങ്കിൽ 150 പോയിന്റ്സ് ഈച്ച്. ഒരു ടീം മാത്രമാണ് ശരി ഉത്തരം നൽകുന്നതെങ്കിൽ 200. So this is called differential scoring round and no negatives. So please take your guesses. Question number 1 in stealth mode. ചിത്രത്തിൽ കാണുന്നത് ഒരു ബുക്കിന്റെ കവറാണ്. ഡാഷ് സാഹിബ് എന്നാണ് ബുക്കിന്റെ പേര്. ഇന്ത്യ ആൻഡ് ദി മേക്കിംഗ് ഓഫ് ഡാഷ്. അത് രണ്ടും ഈ വ്യക്തിയുടെ പേര് തന്നെയാണ്. മുകളിൽ ആ വ്യക്തിയുടെ പേരിന്റെ 2ാമത്തെ ഭാഗവും താഴെ ആ വ്യക്തിയുടെ മുഴുവൻ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തിയുടെ ഫേസ് അവിടെ ബ്ലാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു നൊബേൽ പ്രൈസ് വിന്നറാണ്. ബോംബെയിൽ ജനിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് ആണ് കൂടുതൽ പ്രശസ്തം. ഇത്രയും ക്ലൂ മതി ഇദ്ദേഹം ആര് എന്ന് തിരിച്ചറിയാൻ. സ്നോബോൾ എന്ന ഗെയിം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് എന്ന് പറയാറുണ്ട്. അത് വേണമെങ്കിൽ ഒരു വഴി തെറ്റിക്കുന്ന ക്ലൂ ആയിട്ട് എടുക്കാം. കാരണം ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നത് ഒരു സ്പോർട്സ്മാൻ ആയിട്ടൊന്നുമല്ല, വേറൊരു കാരണം കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ ക്രിയേഷൻസിലൂടെയാണ് നിങ്ങൾ ഇദ്ദേഹത്തെ അറിയുന്നത്. ചോദ്യം ഇതാണ്, ആരാണ് ചിത്രത്തിൽ കാണുന്ന മുംബൈയിൽ ജനിച്ച ഇദ്ദേഹം? പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. ഇദ്ദേഹത്തിന്റെ പിതാവ് അവിടെ JJ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രിൻസിപ്പൾ ആയിരുന്നു. വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം. സോ ഹു ഈസ് ദിസ് പേഴ്സൺ ഇൻ പിക്ചർ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 4 ടീമുകളും ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. റുഡ്യാർഡ് കിപ്ലിംഗ്, റുഡ്യാർഡ് കിപ്ലിംഗ്, റുഡ്യാർഡ് കിപ്ലിംഗ്. നിങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ലേ? ഇല്ല. ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് റുഡ്യാർഡ് കിപ്ലിംഗ്? നൊബേൽ പ്രൈസ് കൊണ്ട്. നൊബേൽ പ്രൈസ് കൊണ്ട്. പിന്നെ ഇന്ത്യയിലാ ജനിച്ചത്. മുംബൈയിലാ ജനിച്ചത് റുഡ്യാർഡ് കിപ്ലിംഗ്. ഫേമസ് ക്രിയേഷൻസ് എന്തൊക്കെയാണ്? ജംഗിൾ ബുക്ക്. ദിസ് ഈസ് റുഡ്യാർഡ് കിപ്ലിംഗ്. കിപ്ലിംഗ് സാഹിബ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 100 ടു ടീം എ, 100 ടു ടീം ബി, 100 ടു ടീം സി. സ്റ്റെൽത്ത് മോഡിലെ 2ാമത്തെ ചോദ്യം. ഈ മനോഹരമായ റെസിഡൻസിന്റെ പേര് പൊട്ടാല പാലസ് എന്നാണ്. എവിടെയാണ് പൊട്ടാല പാലസ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ശരിക്കും ഞാൻ ഉത്തരം പറയാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ അത് ക്ലൂ ആയി പോകുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കൺട്രി എന്ന് വേണമെങ്കിൽ പറയാമെന്നും ഞാൻ പറഞ്ഞു. 4 ടീമുകൾ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. നേപ്പാൾ എന്നാണ് ടീം തിരുവനന്തപുരം എൻ്റർ ചെയ്തത്. ടീം ബി എൻ്റർ ചെയ്തത് ടിബറ്റ് ആണ്. ടീം സി എൻ്റർ ചെയ്തത് ടിബറ്റ് ആണ്. ടീം ഡി എൻ്റർ ചെയ്തത് ചൈനയാണ്. നിങ്ങൾ ടിബറ്റ് ആണ് എൻ്റർ ചെയ്തത്. എന്തുകൊണ്ട് ടിബറ്റ്? കാരണം ദലൈലാമയുടെ വാസസ്ഥലം പൊട്ടാല പാലസ്. പൊട്ടാല പാലസ് ആണോ? പിന്നെ ടിബറ്റ് ഒരു ഓട്ടോണോമസ്ലി റൂൾഡ് റീജിയൻ ആണ്. അപ്പൊ നിങ്ങൾ കൺട്രി ആണോ എന്ന് ചോദിച്ചത് അതിനാണോ? ഞാൻ എന്ത് പറയുന്നു എന്ന് അറിയാനാണോ? എന്റെ അമ്മേ, റൈറ്റ് ആൻസർ. വെൽ ഡൺ. ദിസ് ഈസ് ടിബറ്റ്. 150 ടു ടീം ബി, 150 ടു ടീം സി. 3ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇത് ഒരു മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് CK ലക്ഷ്മൺ എന്നാണ്. ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനാണ്. മേജർ ജനറൽ ആയിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഇന്ത്യയുടെ പൊതുജനാരോഗ്യ സർവീസ് ഡയറക്ടർ ആയിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അങ്ങനെ പല. രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് ഓണററി സർജൻ ആയിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെ എനിക്ക് വേണ്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ 1924 1924 ഇദ്ദേഹം കൈവരിച്ച ഒരു നേട്ടമുണ്ട്. ഹി ബിക്കേം ദ ഫസ്റ്റ് മലയാളി എന്ന് പറയുന്ന ഒരു നേട്ടം. എന്താണ് ആ നേട്ടം? 1924 നേട്ടമാണ് എനിക്ക് വേണ്ടത് കേട്ടോ. 1924. ഇദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ABCD നിങ്ങൾ എഴുതൂ. ആ കഥ മുഴുവൻ എഴുതണ്ട, ഒറ്റ കാര്യം എഴുതിയത്, ഒറ്റ വേർഡ് കിട്ടിയാൽ ഞാൻ പോയിന്റ് തരാം. 4 ടീമുകളും ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എൻ്റർ ചെയ്ത ആൻസേഴ്സ് പ്ലീസ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഒളിമ്പിക് മെഡൽ ഫസ്റ്റ് മലയാളി ഇൻ ഒളിമ്പിക്സ് ടു ബി ഇൻ ഹോക്കി ടീം. 2 ടീമുകളുടെ ഉത്തരത്തിന് മാർക്ക് കൊടുക്കാം. കാരണം ഇദ്ദേഹം ഒളിമ്പിക് മെഡൽ നേടിയിട്ടില്ല. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. സോ ദിസ് ഈസ് ദ ആൻസർ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഫസ്റ്റ് മലയാളി ഒളിമ്പ്യൻ. ടീം എക്കും ടീം ഡിക്കും 150 പോയിന്റുകൾ വീതം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു ഫിക്ഷണൽ പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള പ്രൊഡക്ഷൻ കമ്പനി ഒന്നുമല്ല. ഒരു വലിയ കമ്പനി അവരുടെ
പ്രശസ്തമായ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവർ ഈ പേരിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാത്രം അവർ പുറത്തിറക്കിയ ഒരു ഫിക്ഷണൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗ്ലാസ് ആൻഡ് എ ഹാഫ് ഫുൾ പ്രൊഡക്ഷൻസ്. ഏത് ലോക പ്രശസ്തമായ കമ്പനിയുടേതാണ് ഗ്ലാസ് ആൻഡ് എ ഹാഫ് ഫുൾ പ്രൊഡക്ഷൻസ്? ഈ കമ്പനി നിങ്ങൾക്കറിയാം, ഈ കമ്പനിയുടെ പല പല ബ്രാൻഡുകളും നിങ്ങൾക്കറിയാം. തീർച്ചയായും നിങ്ങളൊക്കെ ഒരിക്കലൊന്നല്ല പല പ്രാവശ്യം ഈ കമ്പനിയും ഈ ബ്രാൻഡും കയ്യിലെടുത്തിട്ടുണ്ട്. ഏത് കമ്പനി? വിച്ച് കമ്പനി ഓൺസ് ഗ്ലാസ് ആൻഡ് എ ഹാഫ് ഫുൾ പ്രൊഡക്ഷൻസ്? അതിന്റെ ഫോണ്ടും അതിന്റെ കളറും അതിന്റെ തീമും ഒക്കെ നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിക്കും. യെസ്, നമുക്ക് നോക്കാം 4 ടീമുകൾ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന്. നെസിൽ എന്നാണ് ടീം എ എൻ്റർ ചെയ്തത്. നമ്മൾ നെസ്റ്ലെ എന്നാണ് പറയല്, അവർ പറയുന്നത് നെസിൽ എന്നാണ് അത്ര അവരുടെ പ്രൊനൗൺസിയേഷൻ. സോ നെസിൽ. ടീം ബി HP, ടീം സി എഴുതിയത് ഏരിയൽ, ടീം ഡി എഴുതിയത് കാഡ്ബറി ഡയറി മിൽക്ക്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ടീം 200 പോയിന്റുകൾ നേടുന്നു. നമുക്ക് ആ വിഷ്വൽ ഒന്ന് നോക്കിയാലോ. ഗ്ലാസ് ആൻഡ് എ ഹാഫ് ഫുൾ, ആ ഒരു കളർ സ്കീം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? കാഡ്ബറി ഡയറി മിൽക്കിന്റെ മുട്ടയിൽ. That's the right answer. 200 to Kasaragod. We are completing round 3. Amazing. കാഡ്ബറിയുടെ ഇങ്ങനെ കാര്യങ്ങളോ ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകില്ലല്ലോ. പക്ഷേ ഈ കുട്ടികളെ ആക്ച്വലി അമേസിംഗ്. ഐ എം ടെല്ലിംഗ് യു അമേസിംഗ്. Hats off to all 4 teams. Really amazing abstract thinking. Sharp thinking on your feet. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. വി ആർ റിയലി എൻജോയിങ് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. ഗ്ലാസിൽ പകുതി നിങ്ങളിത് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്റെ ചിന്ത വേറെ ലെവലിലേക്ക് പോയി. വേറെ ലെവലിലേക്ക് പോകരുത്, സിമ്പിൾ ആയിട്ട് ഈ അറിയാവുന്ന ഉത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുമ്പോ അനുഭവിക്കുന്ന വിഷമം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് തന്നെ സ്കോർ നില അറിയാം. ടീം A 550 points and team B has scored 850 points. Team C 800 points. Team D 750 points. Moving on to our next round, which is 2Ps. 2Ps. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ചോദ്യങ്ങൾ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ആദ്യം ബസർ ചെയ്ത് ശരി ഉത്തരം പറയുന്ന ടീമിന് 100 പോയിന്റ് കിട്ടും. മാത്രമല്ല ഒരു ചോദ്യം ബോണസ് ചോദ്യമായിട്ട് അവർക്ക് ബസർ അടിക്കാതെ തന്നെ കിട്ടും. പക്ഷെ ആ ചോദ്യവും ശരിയാണെങ്കിൽ +100, തെറ്റാണെങ്കിൽ -100. എങ്ങനെയാണ്? അപ്പൊ ആ ബോണസ് ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ ഉത്തരം പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് പാസ് ചെയ്യാം. നിങ്ങൾക്കത് എടുക്കണം നിർബന്ധമില്ല. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു ഓൾ 4 ടീംസ് ഓൺ ദി ബസർ. ഓൾ റൈറ്റ്. രണ്ടാമത്തെ ബോണസ് ചോദ്യം നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അത് എടുക്കണം എന്ന് നിർബന്ധമില്ല. ഐ മീൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വെറുതെ മൈനസ് വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല. ഓൾ റൈറ്റ്, നിങ്ങൾക്കത് സിംപ്ലി പാസ്. രണ്ടാമത്തെ ചോദ്യത്തിന് പാസ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇദ്ദേഹം ആരംഭിച്ച പ്രശസ്തമായ കമ്പനിയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇദ്ദേഹം ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ച് സ്വിറ്റ്സർലാൻഡിൽ മരിച്ച ഒരു വ്യക്തിയാണ്. സ്വാബിയാൻ ഡയലക്റ്റ് ഉണ്ട്, ഒരു ജർമ്മൻ ഡയലക്റ്റ് ആണ്. അതിൽ ഇദ്ദേഹം തുടങ്ങിയ ഈ കമ്പനിയുടെ പേരിന്റെ അർത്ഥം ഞാൻ പറയാം. ആ കമ്പനിയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ആ കമ്പനിയുടെ പേര് ഇദ്ദേഹത്തിന്റെ പേരിന്റെ 2ാമത്തെ ഭാഗമാണ്. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങി, ഒരു കമ്പനി തുടങ്ങി, ഒരു ലോകപ്രശസ്ത കമ്പനി തുടങ്ങി. അദ്ദേഹത്തിന്റെ പേരിന്റെ 2ാമത്തെ ഭാഗം തന്നെ അതിന് ഇട്ടു. ആ പേരിന്റെ മെർസിഡീസ് ബെൻസ്. അപ്പൊ ഇദ്ദേഹം ആരാണ്? കാൾ ബെൻസ്. അത് ഒരു റോങ് ട്രാക്ക് ആണ്. ദാറ്റ് വിൽ ബി എ -100. സോ നമുക്ക് വീണ്ടും ഇതിലേക്ക് പോവാം. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ ഭാഗം ഹെൻറി എന്നാണ്. ഹെൻറി ഡാഷ്. ഇത് എറണാകുളം അഗൈൻ. ഡുപോണ്ട്. ഹെൻറി ഡുപോണ്ട് അല്ല. ദാറ്റ്സ് എ -100 അഗൈൻ. സാറില്ല. ഹെൻറി തുടങ്ങിയ ഈ കമ്പനി, സ്വിറ്റ്സർലാൻഡ് എന്നത് ഒരു ക്ലൂ ആണ്. ഈ കമ്പനിയുടെ പേര് ഇന്ന് നമ്മളൊക്കെ അറിയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ ബിഗസ്റ്റ് ഫുഡ് ആൻഡ് ബീവറേജസ് കമ്പനി ഇൻ ദ വേൾഡ്. ടീം ബി അഗൈൻ ഹെൻറി നെസ്ലെ. ഹെൻറി നെസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആൻഡ് നൗ യു ഗെറ്റ് ദ ബോണസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആരും ബസർ അടിക്കേണ്ടതില്ല, ബസർ അടിക്കാൻ പാടില്ല. ഇത് ഇവരുടെ ചോദ്യമാണ്. ഇവർ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസർ അടിക്കാം. റെഡി? അമൂൽ ആഡ് ആണ്. അമൂൽ ആഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ ആ തീമിൽ അമൂൽ ആഡ്സ് പുറത്തിറക്കാറുണ്ട്. പല മലയാളികളും അമൂൽ ആഡ്സിൽ ഫീച്ചർഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫീച്ചർഡ് ആണോ? മൈ ഹസ്ബൻഡ് പ്രശാന്ത് ഏട്ടൻ has been featured. കണ്ടോ, ഇത് അമൂൽ ആഡിൽ ഫീച്ചർഡ് ആവുകയാണെങ്കിൽ ഹു ഈസ് ഹു ഓഫ് ഇന്ത്യ ആണ്, ഹു ഈസ് ഹു ഓഫ് ദ വേൾഡ് ആണ്. ലോകത്തിന്റെ കാര്യം വിദേശത്തുള്ളവരൊക്കെ ഇതിൽ ഫീച്ചർ ചെയ്യാറുണ്ട് അവർ. വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് അമൂൽ ആഡ്? ഗുകേഷ് വിന്നിംഗ് ദ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. Absolutely right. Gukesh winning the World Chess Championship. 100 again. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. Easy this time. ലോക
ഓ, ടീം എ. എന്താണ് ഉത്തരം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ is not the right answer. That is a -100 on the buzzer. കാസർഗോഡ് this time. എന്താണ് ഉത്തരം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ലോഗോയിലെ ലേക്ക്. ഏതാണ് തടാകം? കൻകാരിയ ലേക്ക്. ഇത് എന്തായാലും SBI അല്ല, അത് വേറെ കാര്യം. കൻകരിയ ലേക്ക് ആണ് SBI ലോഗോയുടെ ഇൻസ്പിറേഷൻ എന്നുള്ളത് തെറ്റാണ്. അതിന് ഡിസൈനർ പറഞ്ഞതാണ്, നമ്മളാരും പറയുന്നതല്ല. നിങ്ങൾക്ക് വീണ്ടും ഇത് ട്രൈ ചെയ്യാം. ദിസ് ഇസ് ദ ലോഗോ ഓഫ് എ സർവീസ്. ഈ സർവീസിന് ഇതിന്റെ ഫൗണ്ടർ അതിന്റെ കോഡിംഗ് എഴുതിയത് കേരളത്തിൽ വെച്ചാണ്. കേരളത്തിൽ വർക്കലയിൽ വന്നിട്ടാണ് അദ്ദേഹം അതിന്റെ കോഡിംഗ് ചെയ്തത്. ടീം ബി. ഊബർ. ഇത് യൂബറിന്റെ ലോഗോ ആണോ? യെസ്. റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ ലോഗോ ഓഫ് യൂബർ. +100 ടു ടീം ബി. ഇതാണ് നിങ്ങളുടെ ബോണസ് ചോദ്യം. ഇത് ഒരു ഫെസ്റ്റിവലാണ്, ഫാൻസ് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇത് ബ്രസീലിലെ സാവോ പോളോയിലാണ് ഇവർ എല്ലാ വർഷവും ചെയ്യാറ്. ഇടയ്ക്ക് 1-2 എഡിഷൻ അവർ മാറിയിട്ടുണ്ട്. ഇതിന്റെ ഫാൻസ് എല്ലാം കൂടി വന്നിട്ട് അവർ പാട്ടും ഡാൻസും മ്യൂസിക്കും ഒക്കെയാണ്. നിങ്ങളൊരു പക്ഷേ ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. ഏത് കമ്പനിയുടെ ഫാൻസിന്റെ ഫെസ്റ്റിവലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്? ഇത് നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം. ടി സീരീസ്. എന്തുകൊണ്ട് ടി സീരീസ്? ടുഡൂം എന്ന് കേട്ടപ്പോൾ ഒരു ഇന്ത്യൻ ടോൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടി സീരീസ്. പിന്നെ ഇത് മ്യൂസിക്കും ഡാൻസ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട്. ടി സീരീസ് ആക്ച്വലി തൃശൂൽ സീരീസ് ആണ്, അതല്ല. ഓൺ ദി ബസ് ടീം എ, ദാറ്റ് ഈസ് എ -100 ടു ടീം ബി. ടീം എ. നെറ്റ്ഫ്ലിക്സ്. വൈ നെറ്റ്ഫ്ലിക്സ്? ചുടം എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു ടൂണാണ്. ചുടും. Well done. That is 100 to team തിരുവനന്തപുരം again. Question number 3. ഒരു ഫാമിലി ഫോട്ടോ ആണ്. അച്ഛൻ്റെ ഫേസ് അവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ്റെ പേരിൻ്റെ ഒരു ഭാഗം ഒരു ഇന്ത്യൻ നൊബേൽ പ്രൈസ് വിന്നറുടെ പേരാണ് എന്നാണ്. ആ നൊബേൽ പ്രൈസ് വിന്നറെ എനിക്ക് വേണ്ട, ഇദ്ദേഹം ആര് എന്ന് പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം ഇദ്ദേഹത്തെക്കാൾ ഒരു പക്ഷേ പ്രശസ്തമാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി. ലോകത്തിലെ ഏറ്റവും ഫോബ്സ് ലിസ്റ്റ് ഒക്കെ അടിക്കേണ്ടത് ഫസ്റ്റ് ഇതിൽ ആ ഫേസ് മാസ്ക് ചെയ്ത ആളാര്? ഇലോൺ മസ്ക്. ഇങ്ങനെ 100 പോയിന്റ് മൈനസ് ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പാടുണ്ടോ? പാടുണ്ട്. റൈറ്റ് ആൻസർ. 100 പോയിന്റ്സ് ടീം സി. ഇതാണ് നിങ്ങളുടെ ബോണസ് ചോദ്യം. കാൾ വോൺ ഫ്രിഷ് എന്ന വ്യക്തിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് ഈ കണ്ടുപിടുത്തത്തിനാണ്. ഇത് ഇൻവെൻഷൻ അല്ല, ഡിസ്കവറിയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ തുള്ളിച്ചാടി. റൗണ്ട് ഡാൻസ് ആൻഡ് വാഗിൾ ഡാൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? When bees land on a flower, they do a dance to indicate the nectar and all. Called waggle dance? Yeah. And what is round dance? Must be another type of. I only need that much. ആരാണ്? Who? Bees. തേനീച്ചകൾ ആണ് വാഗിൾ ഡാൻസും റൗണ്ട് ഡാൻസും ചെയ്യുന്നത്. റൈറ്റ് ആൻസർ. 100 to കോട്ടയം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഷേഖുൽ അലം ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന എയർപോർട്ട്. ഈ പ്രദേശത്ത് കൂടെ ഒഴുകുന്ന പെഹൽഗാം. എന്താ അത് പെഹൽഗാം എന്ന് പറയാൻ? We busted in anyway, so we have to give an answer. എന്തായാലും ഞങ്ങൾ ബസറടിച്ചല്ലോ, എന്തെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ? എന്നാൽ പഹൽഗാം പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെ ഒരു ക്വിസിൽ മാർക്ക് കിട്ടോ? റൈറ്റ് ആൻസർ. ദിസ് ഈസ് പഹൽഗാം. +100. ദിസ് ഈസ് യുവർ ബോണസ് ക്വസ്റ്റ്യൻ. എനിക്ക് വേണ്ടത് 2 രാജ്യങ്ങളുടെ പേരാണ്. ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവർ കോഡ് നെയിമായി കൊടുത്തത് ഓപ്പറേഷൻ ഡാഷ് എന്നാണ്. ആ ഡാഷിന്റെ സ്ഥാനത്ത് ഈ ഡാഷ് ആണ്, സ്ട്രേറ്റ് ഓഫ് ഡാഷ്. ഈ സ്ട്രേറ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാം. യു ആർ ഗുഡ് ഇൻ ജിയോഗ്രഫി. ഏത് ഏഷ്യൻ മറ്റു രാജ്യത്തെ, അതിന്റെ ഒരു നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള വാറിന്റെ സമയത്ത് ഉണ്ടായ പ്രശസ്തമായ ഒരു ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷൻ. വിച്ച് ആർ ദീസ് 2 ഏഷ്യൻ കൺട്രീസ് ഇൻ ക്വസ്റ്റ്യൻ? ദാറ്റ്സ് ഓൾ വാട്ട് യു ഹാവ് ടു ടെൽ മീ. സോ ദിസ് ഈസ് യുവർ ബോണസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസർ ചെയ്യാം. ഇനി ടൈമില്ല. യെസ്, ഡിസൈഡ്. ലീവ് ഇറ്റ്. ലീവ് ഇറ്റ്. സോ ലിവിങ് ഇറ്റ് 4 ടീമുകൾക്കായി തുറന്നു തരുന്നു. എപ്പോഴും കോൺഫ്ലിക്റ്റിലുള്ള 2 ഏഷ്യൻ രാജ്യം. ഏത് രാജ്യത്തെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ കോഡ് നെയിമാണ് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. 2 ഏഷ്യൻ രാജ്യങ്ങൾ. ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. Is not the right answer. That is a -100. ടീം എ. ഇന്ത്യ പാകിസ്ഥാൻ. അത്ര ഈസി ആണെങ്കിൽ ഞാനത് ചോദിക്കും. റൈറ്റ് ആൻസർ. 100 to team A. We are concluding round 4.
നമുക്കുള്ള സ്കോർ നില എത്രയാണെന്നുള്ളത് അറിയാം. ടീം എ വിത്ത് 650 points, ടീം ബി വിത്ത് 850 points, ടീം സി 1100 points, ടീം ഡി 550 points. Moving on to our next round, which is Neural Link. അതായത് നിങ്ങൾ 4 ടീമിൽ ഒരു ടീമിനാണ് അവസരം ലഭിക്കുക. ആർക്കാണ് അവസരം ലഭിക്കുക? ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കൈബിഡ് ചെയ്യുന്ന ടീമിനാണ് അവസരം. നിങ്ങൾക്ക് അവിടെ 9 എൻട്രികൾ കാണാം. അതിൽ 5 എൻട്രികൾ ശരിയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അതിൽ 2 എൻട്രി മാത്രമാണ് ഉറപ്പുള്ളത്. 2 ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നാണ്. നിങ്ങൾ ബിഡ് ചെയ്തിട്ട് നിങ്ങൾ 2 എന്ന് മാത്രം പറയാം. സോ യു വിൽ ഗെറ്റ് ദ ചാൻസ് ടു ആൻസർ ദാറ്റ്. ഏതെങ്കിലും ഒരു ടീമിനെ ആൻസർ കിട്ടും. നിങ്ങൾ ആൻസർ പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ നോക്കും. വേറൊരു ടീം വന്നിട്ട് 3 എന്ന് പറഞ്ഞാൽ ആ ടീമിന് ഞാൻ ചാൻസ് കൊടുക്കും. ആ ടീം ആൻസർ പറയുന്നതിന് മുന്നേ വേറൊരു ടീം 4 എന്ന് പറഞ്ഞാൽ ആ ടീമിന് കൊടുക്കും. ആ ടീം ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ വീണ്ടും ബസർ ചെയ്ത് 5 എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ വേറെ ആരെങ്കിലും ബസർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം 5 ഈസ് ദ മാക്സിമം. പക്ഷേ 5ന്റെ ഒരു പ്രശ്നം എന്താണ്? 250 പോയിന്റ്സ് ആണ്. അപ്പോൾ ന്യൂറൽ ലിങ്ക് റൗണ്ടിലെ ആദ്യത്തെ എൻട്രികൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന രാജ്യങ്ങൾ. ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. എത്ര എണ്ണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓരോന്നിനും 50 മാർക്കാണ്, 50 പോയിന്റ്സ്. സോ യു ക്യാൻ സ്കോർ മാക്സിമം 250 കൺട്രീസ്. ഇതിൽ 5 എണ്ണം ശരിയാണ്, 4 എണ്ണം തെറ്റാണ്. 5 രാജ്യങ്ങളിൽ ഫുട്ബോൾ വേൾഡ് കപ്പ്, ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. മെൻസ് കാറ്റഗറി, ടോക്കിംഗ് അബൌട്ട് മെൻസ് കാറ്റഗറി കേട്ടോ. എത്ര എണ്ണം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, ടീം സി എത്ര എണ്ണം? 1. ഒന്നിൽ കൂടുതൽ വേറെ ആരെങ്കിലും ബിഡ് ചെയ്യുന്നുണ്ടോ? യെസ്. എത്ര പോയിന്റുകൾക്കായി? 3. 3 എണ്ണം പറയാമെന്നാണ് അവർ പറയുന്നത്. സൗത്ത് ആഫ്രിക്ക, റൈറ്റ്. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് എ -150. ഈ 5 രാജ്യങ്ങളിലാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ സീരീസിലേക്ക് പോകുന്നു. ഗെറ്റ് റെഡി. എവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് ഞാൻ പറയുന്നില്ല. പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിൽ ഇരുന്ന 5 വ്യക്തികളാണ് ഇതിലുള്ളത്. യെസ്. 3 members. 3. യെസ്. ടീം എ ഈശ്വരം രജൻ 4. ബിഡിംഗ് തുക ഉയർത്തി 4 പേര്, അതായത് 200 പോയിന്റിനായിട്ട് അവർ കളിക്കുന്നു. 5. They going for the maximum. 250 പോയിന്റ്. ഫസ്റ്റ് എസ് ചന്ദ്രസേനൻ. എസ് ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റർ ഇല്ല. ഇതാണ് ഈ 5 പേരാണ്. ടീം ഡി ഗെറ്റിംഗ് -250. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്സ്. ശരി തെറ്റ് പേഴ്സ് ആണ്. നദികളും നദീതീര പട്ടണങ്ങളും, റിവേഴ്സ് ആൻഡ് റിവേഴ്സ് സൈഡ് സിറ്റീസ്. ഇതിൽ 5 എണ്ണം ശരിയാണ്. സോ ഹൂഗ്ലി ഫ്ലോസ് ത്രൂ ടീം ബി എത്ര എണ്ണം? 1. ഹൂഗ്ലി ഫ്ലോസ് ത്രൂ ഡാർജിലിംഗ്, സബർമതി ഫ്ലോസ് ത്രൂ ഉദയ്പൂർ, മഹാനദി ഫ്ലോസ് ത്രൂ പൂനെ, ഗോദാവരി ഒഴുകുന്നത് അയോധ്യ, ഹഡ്സൺ ഒഴുകുന്നത് ന്യൂയോർക്കിലൂടെയാണ്, ടൈഗ്രിസ് മൊസൂളിലാണെങ്കിൽ, റാവി ലാഹോറിലാണ്, സീൻ പാരീസിലാണ്, സരയു നാഗ്പൂരിലാണ്. ബസർ ചെയ്തിരിക്കുന്നത് കോട്ടയമാണ്. 2 കൊടുക്കട്ടെ. യെസ്. 3. എറണാകുളം തിരിച്ചെടുത്തിരിക്കുകയാണ്. 3. 150 പോയിന്റ്സ്. സൈൻ പാരീസ്. റൈറ്റ് ആൻസർ. ഹഡ്സൺ ന്യൂയോർക്ക്. ശരിയാണ്. 2 എണ്ണം ശരി. സരയു നാഗ്പൂർ. സരയൂ നദി ഒഴുകുന്നത് അയോധ്യയിലാണ്. സാരല്ല, ദാറ്റ്സ് എ -150. യെസ്, 5 എണ്ണം ശരി. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം അസിസ്റ്റൻസ് ആണ്. ഓരോ കമ്പനിയും പുറത്തിറക്കിയ അസിസ്റ്റൻസ് ആണ്. AI അസിസ്റ്റൻസും അല്ലാത്ത അസിസ്റ്റൻസും ഒക്കെ ഇതിലുണ്ട്. ഓരോ കമ്പനിയുടെയും അസിസ്റ്റൻസ് ആണ്. ഏതൊക്കെയാണ് ശരിയായ പേഴ്സ്? ടീം സി 1. യെസ്. 3. 4 5 ആരെങ്കിലും പോകുന്നുണ്ടോ? ടീം ബി സ്റ്റാർട്ട്. റൂഫസ് ആമസോൺ. റൈറ്റ് ആൻസർ. കോപൈലറ്റ് മൈക്രോസോഫ്റ്റ്. ശരിയായ ഉത്തരം. ബിക്സ്ബി സാംസങ്. ബിക്സ്ബി സാംസങ്. റൈറ്റ് ആൻസർ. 150. ഇവരുടെ സ്കോർ നില എത്രയാണെന്ന് അറിയാം. ടീം എ is here with 650 points. Team B with 850 points. Team C is with 1100 points. Team D with 150 points. 6th റൗണ്ടിൽ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് ദി ക്ലൈമാക്സ് എന്നാണ്. നിങ്ങൾക്ക് 4 ചോദ്യങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ക്ലൂസ് ആയിരിക്കും. ക്ലൂസിന്റെ രൂപേണയായിരിക്കും. ആദ്യത്തെ ക്ലൂവിൽ തന്നെ ശരി ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു 250 points. ഉത്തരം തെറ്റാകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം -150. രണ്ടാമത്തെ ക്ലൂവിലാണ് ശരി ഉത്തരം നൽകുന്നത് എങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് a point of 150. If it is a negative answer, it will be -100. മൂന്നാമത്തെ ക്ലൂവിലാണ് ശരി ഉത്തരം പറയുന്നത് എങ്കിൽ +100. If it is a wrong answer, it is -50.
സിമ്പിൾ ആസ് ദാറ്റ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എനിക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ പേരാണ്. 250 പോയിന്റിന് വേണ്ടി തിരുവനന്തപുരം ശ്രമിക്കുന്നുണ്ട്. യൂറി ഗഗാറിൻ. ഈ സാധനം കണ്ടിട്ട് യൂറി ഗഗാറിൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് അതിന്റെ ഒരു ലോജിക്? അദ്ദേഹം സഞ്ചരിച്ച പേടകം. അതിന്റെ പേരെന്താ? വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1. ആ പേടകത്തിന്റെ ഫോട്ടോ ആണോ നിങ്ങൾ ഈ കണ്ടത്? അനന്തം. ഈസ് ദ റൈറ്റ് ആൻസർ. യൂറി ഗഗാറിൻ 250 പോയിന്റുകൾ നേടി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇയാളുടെ പേര് ഹ്യൂ ബീവർ എന്നാണ്. ഇയാൾ ആരംഭിച്ച എന്തോ ഒന്നാണ് നമ്മുടെ വിഷയം. ഓൾറൈറ്റ്, ആരും പോകുന്നില്ല. രണ്ടാമത്തെ ക്ലൂയിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. ഗോൾഡൻ പ്ലോവർ, റെഡ് ഗ്രോസ്, 2 പക്ഷികളാണ്. ഇയാൾ ഒരു വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ, അന്നൊക്കെ ഹണ്ടിങ് ഉണ്ടായിരുന്നു, വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ ഒരു തർക്കമായിരുന്നു. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ബേർഡ് ഇൻ യൂറപ്പ്? ഗോൾഡൻ ഫ്ലവർ ആണോ റെഡ് ഗ്രൂസ് ആണോ? ഇയാൾ അങ്ങനെ കുറെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് കഥ. അതിനെ തുടർന്നാണ് ഇദ്ദേഹം 2 പേരെ പോയി കണ്ടു. ആ 2 പേര് നമുക്ക് 3ാമത്തെ ക്ലൂയിലേക്ക് വരും. ഇവരെയാണ് കണ്ടത്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു പുസ്തകം ഇറക്കുമെന്ന്. നമുക്ക് വേണ്ടത് ആ പുസ്തകത്തിന്റെ പേരാണ്. നോറിസ് ആൻഡ് റോസ് ബ്രദേഴ്സ് പുറത്തിറക്കിയ ആ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കാരണം നമ്മൾ ഈ ക്വിസ് ആരംഭിച്ചത് തന്നെ ടീം തിരുവനന്തപുരം. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. 100 പോയിന്റ്സ്. 2 ചോദ്യങ്ങൾ, 2 ഉത്തരങ്ങൾ. ഇത് ഗളിവേഴ്സ് ട്രാവൽസ് ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് -150. എനിക്ക് വേണ്ടത് ഒരു കണ്ടീഷന്റെ പേരാണ്. അതിനെ വിളിക്കുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഹ്യൂമൻ പെർസെപ്ഷനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ലില്ലിപുട്ടിയൻ ഹലൂസിനേഷൻസ് എന്ന്. എന്നാൽ ഇത് കൂടുതൽ അറിയുന്നത് മറ്റൊരു പേരിലാണ്. ആ പേരാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സ്കിസോഫ്രീനിയ അല്ല. ദാറ്റ് ഈസ് അനദർ -150. നമുക്ക് അടുത്ത ക്ലൂയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇത് കണ്ടുപിടിക്കേണ്ട ക്ലൂ ഒരു വിഷ്വൽ ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതാണ് ആ ക്ലൂ. ഞാൻ ഇതിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ഗോൾഡിലോക്സ് സിൻഡ്രോം. ഗോൾഡിലോക്സ് സിൻഡ്രോം എന്നാണ് ടീം ബി പറഞ്ഞത്. ഇത്തവണ തെറ്റാണ്. ദാറ്റ്സ് അനദർ -100 ടു യു. നമുക്ക് അവസാനത്തെ ക്ലൂയിലേക്ക് പോവാം. അവസാനത്തെ ക്ലൂ ഈ കണ്ടീഷന്റെ ഷോർട്ട് ഫോം ആണ്. AIWS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അങ്ങനെയാണെങ്കിൽ എന്താണിത്? ആലിസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം. ആലിസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്നാണ് ഇതിന്റെ പേര്. +100 ടു യു. അവസാനത്തെ ചോദ്യം. ഫസ്റ്റ് ക്ലൂ. എനിക്ക് വേണ്ടത് ഒരാളുടെ പേരല്ല. ഇതാണ് ഫസ്റ്റ് ക്ലൂ. കൊച്ചി മെട്രോ. That's a wrong answer. That's a -150. എനിക്ക് വേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ പേര് തന്നെയാണ്. രണ്ടാമത്തെ ക്ലൂയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. നിങ്ങളിവിടെ ഇൻട്രോ വീഡിയോ കണ്ട കുട്ടികളാണെങ്കിൽ രണ്ടാമത്തെ ക്ലൂ നിങ്ങളെ സഹായിക്കും. രാഷ്ട്രരക്ഷാണാം ആദ്യ കർത്തവ്യം. നേഷൻസ് പ്രൊട്ടക്ഷൻ ഈസ് ദ ഫസ്റ്റ് ഡ്യൂട്ടി. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. ഇത്തവണ ബസർ ചെയ്തത് ആരാണ്? ബി ആണ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. റൈറ്റ് ആൻസർ. +150 ടു യു. NIA സ്ഥാപക മെമ്പർമാരിൽ ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ലോക്നാഥ് ബെഹ്റ സാർ. NIA സ്ഥാപകരിൽ ഒരാൾ എന്ന് തന്നെ പറയാവുന്ന വ്യക്തിയാണ്. സോ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് sharing the stage with such a person. We are coming to the end of the sub-junior category grand finale. സ്കോർ നില അറിയാം. ടീം എ 850, ടീം ബി 700, ടീം സി 1100, ടീം ഡി 150. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അഭിഷാദ് ഗുരുവായൂർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കാസർഗോഡ് സെന്റ് ആൻസ് AUPS നീലേശ്വരത്ത് നിന്നെത്തിയ ഹരിഗോവിന്ദ് ആൻഡ് ആരോൺ ആണ്. ശരിക്കും ടെൻഷൻ അടിച്ചു പോയി. ഞങ്ങളൊക്കെ ലാസ്റ്റ് ഫുട്ബോൾ കളിയേക്കാൾ രസകരമായിട്ട് ക്വിസൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. And third പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ദിലൻ ഡോൺ ആൻഡ് പ്രണവ് സന്തോഷ് ഫ്രം ഭവൻസ് എളമക്കര എറണാകുളം. വേദിയിലേക്ക് KSFEയുടെ ചീഫ് മാനേജറായ ശ്രീ സജി ജോസഫ് K അവർകളെ ക്ഷണിക്കുന്നു.
സജി സർ, ഞങ്ങളുടെ ഒരു സ്നേഹാദരവുണ്ട്, തീർച്ചയായിട്ടും അതൊന്ന് സ്വീകരിക്കണം. ശ്രീമതി സിന്ധു മോഹൻ, ദ ക്രിയേറ്റീവ് ഹെഡ് ഓഫ് അമൃത TV. ഈ കുട്ടികളുടെ എല്ലാം IQ ലെവലൊക്കെ എത്രയോ ഹൈ ആണ്. ഇപ്പോൾ ഇവിടെ 4 ടീമുകളെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞെങ്കിലും 4 ടീമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരാളും താഴെയല്ല. ഇപ്പോൾ എല്ലാവരും ഒരേ ലെവലിലാണ്. എനിവേ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. Runners up. Let's welcome Ishwar M. Vinayan and Regin Raj Aran from SHUPS Chullimayur, Trivandrum. ഇവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ലെന മാഡത്തിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആക്ച്വലി ഫസ്റ്റ് പ്രൈസ് ജയിച്ച ടീമും സെക്കൻഡ് പ്രൈസ് ജയിച്ച ടീമിന്റെ വ്യത്യാസം ഇസ് ഗാംബ്ലിംഗ്. They were gamblers, so they made their way up. ഇവര് ശരിക്കും റിസ്ക് എടുത്ത് എല്ലാം ഓൾ ഔട്ട് പോയിട്ടാണ് ജയിച്ചത്. അവര് സ്ട്രാറ്റജിക്കലി വി ഹാവ് ഓൾറെഡി പോയിന്റ്സ്, വി ഷുഡ് നോട്ട് ഗാംബിൾ എന്ന് പറഞ്ഞിട്ട് ദേ മെയിൻറ്റൈൻഡ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് IQ or smartness, ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഈക്വലി സ്മാർട്ട് ആൻഡ് ബ്രില്യന്റ് ആണ്. Sub junior level winners are Abhiram and Jacob. Yes. സമ്മാനദാനം നിർവഹിക്കുവാനായിട്ട് ആരാധ്യനായ ശ്രീ ലോകനാഥ് ബെഹ്റ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ഒഫീഷ്യൽ ക്വിസിംഗ് ചാമ്പ്യൻസ് we have here Abhiram and Jacob from Bhavan Newsprint Vidyalaya, Kottayam. These children are really, really talented. I really know that you are very good and keep it up. അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്ന IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 സബ് ജൂനിയർ ലെവൽ മത്സരം നമ്മൾ അതിഗംഭീരമായി അതിവിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 ചാമ്പ്യൻസിനെയാണ് ലഭിച്ചിരിക്കുന്നത്. വി ആർ വെരി പ്രൗഡ്. കാരണം നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നാണ്. പല കടമകളിലൂടെ പല ലെവലുകളിലൂടെ പോയിട്ട് ഇതാ ഫൈനലിസ്റ്റ് മത്സരങ്ങളിലേക്ക് എത്തി. ആൻഡ് നൗ വി ഹാവ് ദി ചാമ്പ്യൻസ്. വി ആർ മച്ച് പ്രൗഡ്. ആൻഡ് നമ്മുടെ എല്ലാ വിജയികൾക്കും നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അടുത്ത ചാമ്പ്യൻഷിപ്പിനായി കാത്തിരിക്കാം.